പശ്ചിമേഷ്യ വീണ്ടും ഒരു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഒരു ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് വലിയ ഒരു നീക്കം നടക്കുന്നു. ഇറാനിലാണ് നീക്കം നടക്കുന്നത്. ഇറാൻ്റെ ഒരു വലിയ സൈനിക നീക്കവും സൈനിക അഭ്യാസ പ്രകടനങ്ങളും ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഇറാൻ അതിൻ്റെ തലസ്ഥാനം മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നൊരു വാർത്തയും പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസമാണ് പശ്ചിമേഷ്യയിലെ ചില ഇടങ്ങളിൽ അക്രമം അവസാനിപ്പിച്ചില്ല എങ്കിൽ അത് നരകമായി മാറുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇറാൻ്റെ ആണവ പരീക്ഷണ നിലയങ്ങൾക്ക് സമീപം വ്യോമപ്രതിരോധ അഭ്യാസങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ റവല്യൂഷണറി ഗാർഡുകളുടെ സൈനിക അഭ്യാസങ്ങളും നീക്കങ്ങളും മറ്റും നടക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ മധ്യഭാഗത്തുള്ള നടൻച്ച് ആണവ സമ്പുഷ്ടീകരണ നിലയത്തിന് സമീപമാണ് ഇറാൻ്റെ സൈനിക അഭ്യാസങ്ങൾ ഏറെയും നടക്കുന്നത്. ഇതിന് അവർ പേരിട്ടിരിക്കുന്നത് ഇഫ്തേദാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ എന്നൊരു പേരിട്ടുകൊണ്ടാണ് ഈ അഭ്യാസങ്ങൾ നടക്കുന്നത്. കാരണം ഡൊണാൾഡ് ട്രംപ് ഇറാൻ വിരുദ്ധനാണ്. ഡൊണാൾഡ് ട്രംപ് കൂടി എത്തിക്കഴിഞ്ഞാൽ ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം ഉണ്ടാകും. അത് തങ്ങളുടെ ആണവ നിലയങ്ങൾക്ക് നേർക്കായിരിക്കും എന്ന് ഇറാൻ ന്യായമായും സംശയിക്കുന്നു. കാരണം നിലവിൽ ഇറാൻ്റെ സഖ്യകക്ഷികളായ അല്ലെങ്കിൽ പ്രോക്സികളായ ഹിസ്ബുള്ളയും ഹമാസിനെയും ഒപ്പം തന്നെ ഹൂത്തികളെയും സിറിയ ഭരണാധികാരികളുമെല്ലാം തകർത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ സഖ്യം ഇസ്രായേൽ സഖ്യം നിൽക്കുന്നത്. അവരുടെ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് കരുതുന്നു. അതിനിടയിൽ ഇറാൻ അവരുടെ തലസ്ഥാനമായ ടെഹ്റാൻ അവിടെ നിന്ന് മാറ്റുന്നു. ഒമാൻ ഉൾക്കടലിനടുത്തുള്ള മക്രാൻ മേഖലയിലേക്ക് ഇറാൻ്റെ തലസ്ഥാനം മാറ്റുന്നു എന്നുള്ളൊരു വാർത്തയും വരുന്നു. അതിനെക്കുറിച്ച് ഇറാൻ്റെ ചില ഒഫീഷ്യൽസുകൾ പറയുന്നത് തന്ത്രപരമായ മാറ്റമെന്നാണ്. പക്ഷേ വിമർശകർ പറയുന്നത് ഇത് വലിയ ചെലവുകൾ വരുത്തി വെക്കുകയും ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും എന്നാണ്. ഏതായാലും തന്ത്രപരമായൊരു മേഖലയിലേക്ക് തലസ്ഥാനം മാറ്റുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ നിന്ന് അത് ഈ മക്രാൻ മേഖലയിലേക്ക് മാറ്റുന്നു. ഒപ്പം തന്നെ സൈനിക അഭ്യാസവും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇഫ്തേദാർ പേരിൽ, അതായത് ഇഫ്തേദാർ എന്ന പേർഷ്യൻ വാക്കിൻ്റെ അർത്ഥം തന്നെ ശക്തിയുടെ പ്രകടനം എന്നാണ്. ഏതായാലും അമേരിക്കയും ഇസ്രായേലും ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്താൽ ഉടൻ വലിയ ആക്രമണം ഇറാൻ്റെ നേർക്ക് ഉണ്ടാകുമെന്ന് ഇറാൻ കരുതുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഇപ്പോൾ നടക്കുന്ന സൈനിക അഭ്യാസം എന്ന് കരുതുന്നവരാണ് ഏറെയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.